നമസ്കാരം. ഒന്ന് ചോദിച്ചോട്ടെ, ഇന്നലെ രാത്രി നിങ്ങൾ സമാധാനമായി ഉറങ്ങിയോ? അതോ കണക്കുകൾ കൂട്ടി നോക്കി നാളെ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നോ? സാമ്പത്തിക തകർച്ച അതൊരു ചെറിയ വാക്കാണ്, പക്ഷേ അത് അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ നീറ്റലറിയൂ. ഫോൺ ബെല്ലടിക്കുമ്പോൾ പേടിയാണ്, കടക്കാരാണോ എന്ന്. വിശ്വസിച്ചവർ മുഖം തിരിക്കുന്നു. സ്വന്തം വീട്ടിൽ പോലും തലയുയർത്തി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. എൻ്റെ ജീവിതം ഇങ്ങനെ തീരേണ്ടതാണോ എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടോ? എങ്കിൽ കേട്ടോളൂ, നിങ്ങളുടെ ജീവിതം തീരാൻ പോകുകയല്ല, അതൊരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ജ്യോതിഷപ്രകാരം 8 പ്രത്യേക നക്ഷത്രക്കാരുണ്ട്. അവർ എത്ര വലിയ സാമ്പത്തിക തകർച്ചയിൽ വീണാലും അവിടെ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ 8 നക്ഷത്രജാതകരെക്കുറിച്ചാണ്. നിങ്ങളുടെ സങ്കടങ്ങൾക്കുള്ള മറുപടിയും നിങ്ങൾ രക്ഷപ്പെടാനുള്ള വഴിയും ഇതിലുണ്ട്. ഇനി നമുക്ക് ഓരോ നക്ഷത്രജാതകരെക്കുറിച്ചും അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചിടുക. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ ഓരോ നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോഴും അത് നിങ്ങളുടെ ജീവിതമാണോ എന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ആവേശത്തോടെയാണ് നിങ്ങൾ ആ ബിസിനസ് അല്ലെങ്കിൽ ആ കാര്യം തുടങ്ങിയത്. എന്നാൽ എവിടെയോ വെച്ച് കണക്കുകൂട്ടലുകൾ തെറ്റി പണം പല വഴിക്ക് പോയി. ഇപ്പോൾ മുന്നോട്ട് പോകാനും വയ്യ, പിന്നോട്ട് പോകാനും വയ്യ എന്ന അവസ്ഥയിലാണോ നിങ്ങൾ? തുടങ്ങിയ കാര്യങ്ങൾ പാതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നു. വിഷമിക്കേണ്ട, നിങ്ങളുടെ തടസ്സങ്ങളുടെ കാലം കഴിയുകയാണ്. മുടങ്ങിക്കിടക്കുന്ന ആ കാര്യം വീണ്ടും തുടങ്ങാൻ ഒരു വഴി തെളിയാൻ പോവുകയാണ്. നഷ്ടപ്പെട്ട പണം മറ്റൊരു വഴിയിലൂടെ നിങ്ങളെ തേടി വരും. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. വൻ സാമ്പത്തിക തകർച്ചയിൽ നിന്നും 2026 ഏറ്റവും അധികം മികവ് പുലർത്തുന്നത് അശ്വതി നക്ഷത്ര ജാതകർ തന്നെയാണ്. ചില പരിഹാരങ്ങൾ ചെയ്യുക. എല്ലാ തടസ്സങ്ങളും മാറാൻ ഗണപതി ഭഗവാന് ഒരു നാളികേരം ഉടയ്ക്കുക. എന്നിട്ട് എന്നെ കൈവിടല്ലേ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ മുന്നിൽ തെളിയുന്നത് വൻ സാമ്പത്തിക ലാഭം തന്നെയാണ്. നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്ക്, നേട്ടത്തിലേക്ക്, സർവൈശ്വര്യത്തിലേക്കാണ് നിങ്ങളെത്തുന്നത്. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർതം നക്ഷത്രമാണ്. തിരിച്ചു കിട്ടും എന്ന വിശ്വാസത്തിൽ നിങ്ങൾ പലർക്കും പണം കൊടുത്തു, അല്ലെങ്കിൽ ജാമ്യം നിന്നു. പക്ഷേ അവസാനം കൊടുത്ത പണവും പോയി, ബന്ധങ്ങളും പോയി. ഇപ്പോൾ കടം മുഴുവൻ നിങ്ങളുടെ തലയിലായി. എന്നെ എന്തിനാ എല്ലാവരും ഇങ്ങനെ പറ്റിക്കുന്നത് എന്ന ചിന്ത നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ? തീർച്ചയായും നിങ്ങൾക്ക് ഒരു നല്ല കാലം പിറന്നിരിക്കുന്നു. പുണർതം എന്നാൽ വീണ്ടും വരുന്നത് എന്നാണ്. നഷ്ടപ്പെട്ടതെല്ലാം പലിശ സഹിതം നിങ്ങൾക്ക് തിരികെ കിട്ടും. നിങ്ങളെ ചതിച്ചവർ നിങ്ങളുടെ വളർച്ച കണ്ട് അത്ഭുതപ്പെടും. വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി തുളസിമാല സമർപ്പിക്കുക. രാമായണം വായിക്കുന്നത് മനസ്സിന് ശക്തി തരും. ഏതായാലും പുണർതം നക്ഷത്ര ജാതകരുടെ ഒരു വലിയ തിരിച്ചുവരവിൻ്റെ സമയമാണിത്. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. മൂന്നാമത്തെ നക്ഷത്രം ആയില്യമാണ്. നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം മറ്റുള്ളവരുടെ അസൂയയും കണ്ണേറുമാണ്. നിങ്ങൾ നന്നാവുന്നത് ഇഷ്ടമല്ലാത്തവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. അകാരണമായ നിയമപ്രശ്നങ്ങളിലോ തർക്കങ്ങളിലോ പെട്ട് പണം നഷ്ടപ്പെട്ടു. ആരും സഹായിക്കാനില്ലാതെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥ നിങ്ങളിലുണ്ട്. ഇനി നിങ്ങൾ പേടിക്കേ വേണ്ട. നിങ്ങൾക്ക് വലിയൊരു ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരുകയാണ്. നിങ്ങളെ തകർക്കാൻ നോക്കിയവർ തന്നെ തോറ്റുപോകുന്ന സമയം വരികയാണ്. നിയമപരമായ കുരുക്കുകൾ അഴിയും. അപ്രതീക്ഷിതമായി ഒരു ധനസഹായം നിങ്ങളെ തേടി വരും. നാഗദൈവങ്ങൾക്ക് 100 പാലും സമർപ്പിക്കുക. എല്ലാ മാസവും ആയില്യം നാളിൽ ക്ഷേത്രത്തിൽ പോകുന്നത് മുടക്കരുത്. അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ധാര സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.
അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഒരു രാജാവിനെ പോലെ ജീവിച്ചവരാണ് നിങ്ങൾ. നല്ല ജോലിയും പദവിയും ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു വീഴ്ച, ജോലി പോയി, അല്ലെങ്കിൽ ബിസിനസ് തകർന്നു. ഇപ്പോൾ പഴയ പ്രതാപം ഓർത്ത് നെടുവീർപ്പപ്പെടുകയാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ തിരിച്ചുവരവിൻ്റെ സമയമായി. ആ സിംഹാസനം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയൊരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം വരും. നിത്യവും രാവിലെ സൂര്യഭഗവാനെ നോക്കി തൊഴുകുക. ഞായറാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക. നിങ്ങളുടെ ജീവിതം മാറി മറിയും. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അത്രയധികം ഭാഗ്യത്തിലേക്ക്, അത്രയധികം ഉയർച്ചയിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾ മറികടക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതം വിജയത്തിലെത്തും. നിങ്ങൾ ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. മറുപടി തരുന്നതാണ്. അടുത്ത നക്ഷത്രം ചോതിയാണ്. സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. പക്ഷേ ഇപ്പോൾ കടബാധ്യതകൾ നിങ്ങളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. ഒരിടത്തു നിന്ന് വാങ്ങി മറ്റൊരിടത്ത് കൊടുത്തു തീർക്കുന്ന ഒരു ഓട്ടമാണ് നിങ്ങളെ സംബന്ധിച്ച്. ഒടുവിൽ എങ്ങുമെത്താത്ത അവസ്ഥ. ബിസിനസ്സിൽ പങ്കാളികളിൽ നിന്നും ചതി പറ്റിയവരും ഉണ്ടാകാം. എന്നാൽ നിങ്ങളുടെ ഒരു തിരിച്ചുവരവാണിത്. നിങ്ങളുടെ ഈ ഓട്ടം അവസാനിക്കാറായി. ഒരു വലിയ തുക ഒന്നിച്ച് കയ്യിൽ വരാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ഭൂരിഭാഗം കടങ്ങളും തീർക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നാളുകൾ ഇനി വന്നു തുടങ്ങുകയാണ്. മഹാലക്ഷ്മി അഷ്ടകം സന്ധ്യയ്ക്ക് ജപിക്കുക. വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ പോവുക. തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു കാലം പിറക്കുകയാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയാണ്. ചോതിയുടെ ഏറ്റവും നല്ല നാളുകൾ വന്നെത്തിയിരിക്കുന്നു. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. ബുദ്ധിയുള്ളവരാണ്. പക്ഷേ ആ ബുദ്ധി സ്വന്തം കാര്യത്തിന് ഉപകരിച്ചില്ല. മറ്റുള്ളവർക്ക് ഉപദേശം കൊടുത്തു, പക്ഷേ സ്വന്തം ജീവിതം പരാജയപ്പെട്ടു. കുടുംബത്തിൽ നിന്നുള്ള അവഗണന, നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന വാക്കുകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ? നിങ്ങളെ കുറ്റപ്പെടുത്തിയവർക്കുള്ള മറുപടി നിങ്ങളുടെ വിജയമായിരിക്കും. പുതിയൊരു വരുമാന മാർഗം അല്ലെങ്കിൽ പുതിയൊരു ഐഡിയ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെണ്ണ നിവേദിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇനി നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ്. ഏഴാമത്തെ നക്ഷത്രം അത് മറ്റാരുമല്ല, പുണർതം നക്ഷത്രമാണ്. ആഡംബരമായി ജീവിക്കാൻ ആഗ്രഹിച്ചവരാണ് പൂരാട നക്ഷത്ര ജാതകർ. പക്ഷേ വരവിനേക്കാൾ ചെലവ് കൂടി. ഇപ്പോൾ അത്യാവശ്യത്തിന് പോലും പണമില്ലാത്ത അവസ്ഥ. സുഹൃത്തുക്കൾ എന്ന് കരുതിയവർ ആപത്തിൽ കൂടെ നിന്നില്ല. ശുക്രൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് തിരികെ കിട്ടുകയാണ്. സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആഡംബര ജീവിതം പതുക്കെ തിരികെ വരും. ലോട്ടറി ഭാഗ്യങ്ങൾക്കും സാധ്യതയുണ്ട്. വെള്ളിയാഴ്ചകളിൽ പച്ചരിയും ശർക്കരയും ചേർത്ത് ഉറുമ്പിന് കൊടുക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയ്ക്കും ഭാഗ്യത്തിനും നേട്ടത്തിനും കാരണമാകും. അടുത്ത നക്ഷത്രം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട രേവതി നക്ഷത്രം തന്നെയാണ്. മറ്റുള്ളവരെ സഹായിച്ച് സ്വന്തം കാര്യം നോക്കാൻ മറന്നുപോയി. ഇന്ന് നിങ്ങൾക്കൊരു ആവശ്യമുണ്ടായപ്പോൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. വിദേശത്ത് പോകാൻ ആഗ്രഹിച്ച് പണം പോയവരും ഉണ്ടാകാം. ദൈവം നിങ്ങൾക്ക് നേരിട്ട് കാവൽ നിൽക്കുന്ന സമയമാണിത്. വിദേശയാത്രയ്ക്കുള്ള തടസ്സം മാറും. നിങ്ങൾ സഹായിച്ചവർ തിരികെ വന്നില്ലെങ്കിലും അപരിചിതരായവർ നിങ്ങളെ സഹായിക്കും. മഹാവിഷ്ണുവിനെ മുറുകെ പിടിച്ചോളൂ. വ്യാഴാഴ്ച മഞ്ഞപ്പൂക്കൾ ഭഗവാന് സമർപ്പിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിജയം ഉണ്ടാകും. രേവതി രക്ഷപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഈ 8 നക്ഷത്രക്കാർ, നിങ്ങൾ തളരരുത്. നിങ്ങളുടെ തിരിച്ചുവരവ് തുടങ്ങിക്കഴിഞ്ഞു. ഇനി സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ആർക്കും ചെയ്യാവുന്ന വളരെ ശക്തിയുള്ള ഒരു ലളിതമായ പരിഹാരം ഞാൻ പറയാം. എല്ലാ വെള്ളിയാഴ്ചയും സന്ധ്യയ്ക്ക് ഒരു ചെറിയ പാത്രത്തിൽ അല്പം കല്ലുപ്പെടുത്ത് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ വയ്ക്കുക. പിറ്റേന്ന് രാവിലെ അത് ഒഴുക്കിക്കളയുകയോ സിങ്കിൽ കളയുകയോ ചെയ്യുക. ഇത് നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യത്തെയും നെഗറ്റീവ് എനർജിയെയും വലിച്ചെടുക്കും. ധനലക്ഷ്മിയെ വീട്ടിലേക്ക് ക്ഷണിക്കും. ഓർക്കുക, വീഴുന്നതിലല്ല പരാജയം, വീണെടുത്ത് കിടക്കുന്നതിലാണ്. നിങ്ങൾ വീണത് എഴുന്നേൽക്കാൻ വേണ്ടിയാണ്.
ഈ കഷ്ടപ്പാടുകൾ നിങ്ങളെ ശക്തരാക്കാൻ ദൈവം തന്ന പരിശീലനമാണ്. കണ്ണുനീർ തുടയ്ക്കൂ, എഴുന്നേൽക്കൂ. ലോകം നിങ്ങളുടെ വിജയം കാണാൻ പോകുന്നതേയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ആശ്വാസം തന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ തിരിച്ചു വരും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് താഴെ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.